രാജസ്ഥാനിലെ ഒരു സ്കൂൾ സന്ദർശനത്തിനെത്തിയ CJP പ്രവർത്തകരെ ഒരു വിഭാഗം ആളുകൾ തടയുകയും ആക്രമണം നടത്തുകയും ചെയ്തു. BJP ഗുണ്ടകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CJP നേതാവ് അശുതോഷ് രംഗ ആരോപിച്ചു. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. താൽക്കാലിക ഷെഡിൽ പ്രവർത്തിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഒരു സർക്കാർ സ്കൂൾ പരിശോധിക്കാനെത്തിയ CJP സംഘത്തിന് നേരെയാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത്. അശുതോഷ് രംഗയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. BJP ഗുണ്ടകൾ പോലീസിന്റെ ഒത്താശയോടെ മുൻകൂട്ടി തയ്യാറാക്കി നടത്തിയ ആക്രമണമാണിതെന്നാണ് അശുതോഷ് ആരോപിച്ചത്. ജയ്പൂരിലെ ഒരു സർക്കാർ പ്രൈമറി സ്കൂളിലായിരുന്നു സന്ദർശനം. ഒരു എരുമത്തൊഴുത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് മുൻപ് വാർത്തകളിൽ ഇടം പിടിച്ച സർക്കാർ സ്കൂൾ പരിശോധിക്കാനാണ് തങ്ങൾ എത്തിയതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. രാജസ്ഥാനിലുടനീളം ഇത്തരത്തിൽ ദയനീയമായ അവസ്ഥയിലുള്ള സ്കൂളുകൾ ഉണ്ടെന്നും അവിടെ സന്ദർശിക്കാൻ തങ്ങളോട് ആളുകൾ ആവശ്യപ്പെട്ടെന്നും CJP അറിയിച്ചു. ഇതിനിടെ രാജസ്ഥാൻ വിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ സ്കൂളുകൾക്കുള്ളിൽ അനധികൃത പ്രവേശനത്തിനും മാധ്യമങ്ങളുടെ പ്രവേശനത്തിനും ചിത്രീകരണത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനിടെയായിരുന്നു CJP പ്രവർത്തകരുടെ സന്ദർശനം. ഗ്രാമീണ മേഖലകളിലെ സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ദയനീയമായ കുറവുകൾ മറച്ചുവെക്കാനാണ് ഇത്തരം ഉത്തരവുകൾ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ അച്ചടക്കം പാലിക്കാനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് നിയന്ത്രണങ്ങൾ എന്നാണ് സർക്കാരിന്റെ വാദം. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നുവെന്നും CJP ആരോപിക്കുന്നു. BJPയുടെ ഗുണ്ടായിസം ഇന്ന് രാജ്യം മുഴുവൻ നേരിൽ കണ്ടു. അവിടെ കല്ലേറുണ്ടായിരുന്നു, എന്നാൽ പോലീസ് കാഴ്ചക്കാരായി നിന്നു. വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ വോളണ്ടിയർമാരുടെ കൈകൾ ഒടിച്ചു, ഞങ്ങളുടെ വാഹനങ്ങൾ അടിച്ചു തകർത്തു, അവിടെ കല്ലേറുണ്ടായി. ഞങ്ങളുടെ ടീമിലെ സ്ത്രീകൾക്ക് നേരെ കല്ലെറിയുകയും അവരുടെ ഫോണുകൾ തകർക്കുകയും ചെയ്തു. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്. ഈ ഗുണ്ടകളെല്ലാം 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്യപ്പെടണം. സർക്കാർ ഉത്തരവ് പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ പ്രതിഷേധം മദൻ ദിലാവറിലേക്ക് വ്യാപിക്കും. ഒരു വർഷമായി ഒരു എരുമത്തൊഴുത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അത് നന്നാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അശുതോഷ് രംഗ പറഞ്ഞു. അതേസമയം പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ പേരിലുള്ള കേസുകൾ റദ്ദാക്കണമെന്ന് സുപ്രീം കോടതി. വിദ്യാർത്ഥികളുടെ ഭാവിയുടെ പ്രശ്നമാണിത്. അതേസമയം നേരത്തെ ഗുരുതരമായ കുറ്റകൃത്യ ചരിത്രമുള്ളവർ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ FIRകൾ റദ്ദാക്കിയിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. നീറ്റ് പ്രതിഷേധങ്ങളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കാൻ മുൻ പോലീസ് മേധാവിയും അടങ്ങുന്ന ഉന്നത അധികാര സമിതി ഉണ്ടാക്കും. ഉത്തരവുടൻ പുറത്തിറക്കുമെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.